പ്രോഗ്രാം 14 വർഷം, ഏകദേശം 720ഓളം എപ്പിസോഡുകൾ, ആക്ഷേപഹാസ്യത്തിന് പുതിയ മാനങ്ങൾ നൽകിയ ജനകീയമായ ഷോ മറിമായം. ഇന്ന് എന്നോടൊപ്പം മറിമായത്തിലെ മണ്ടോദരിയാണ്. സ്വാഗതം ചെയ്യാം. താങ്ക് യു. ശരി, ബയോഡാറ്റ. ഇത് ചേട്ടന്റെ ഐഡിയ ആണ്. ചോദ്യം ചോദിക്കാതിരിക്കാനുള്ള ഐഡിയ അല്ലേ? അല്ലല്ല, ഒരുപാട് ബയോഡാറ്റ ഉള്ള ഒരാളാന്ന് എനിക്കറിയാം. അതെ, വിദ്യാഭ്യാസത്തിലാണെങ്കിലും കലയിലാണെങ്കിലും. അപ്പൊ അത് ഞാൻ ചോദിച്ചെടുക്കണേ നല്ലത് പോന്നോട്ടെ ബയോഡാറ്റ. അല്ല, ഞാൻ പഠിച്ചത് ശരിക്കും ക്ലാസിക്കൽ കലകളാണ്. ഓട്ടംതുള്ളല്, കഥകളി, അത് ഇപ്പോഴും ഞാൻ പെർഫോം ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി അതെല്ലാം പഠിച്ചിരുന്നു. പിന്നീട് ഒരു സമയത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ നമുക്ക് എന്താ ഇഷ്ടം എന്നുള്ളത്. അപ്പൊ ഞാൻ മോഹിനിയാട്ടം, കഥകളി, ഓട്ടംതുള്ളൽ അതാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. BA മഹാരാജാസ് കോളേജിൽ നിന്നായിരുന്നു. അത് മലയാളമാണ്. കോളേജിനോടുള്ള ഇഷ്ടം കൊണ്ട് അവിടെ പോയി BA മലയാളം എടുത്ത ആളാണ്. പക്ഷെ അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഡിഗ്രി തീരാറാകുമ്പോഴത്തേക്കും സെമിസ്റ്റർ സിസ്റ്റം തുടങ്ങാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ ആ സമയത്തെ പ്രൊഫഷണലായിട്ട് കഥകളി, ഓട്ടംതുള്ളലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അത് നടക്കൂല, ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ പഠിക്കണം എന്നുള്ള രീതിയിൽ MA തിയേറ്റർ ആർട്സ് ആണ്. ഒരു ഒന്നും അറിഞ്ഞിട്ടല്ല നാടകം. ഇപ്പൊ ഒന്നും അറിഞ്ഞൂടാ. അന്ന് എന്തെങ്കിലും മലയാളമൊക്കെ ആയതുകൊണ്ട് കുറച്ച് വായിക്കും, കുറച്ച് എഴുതും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ നാടകമാണ് എന്നുള്ളത് അറിയാം. അപ്പൊ എന്റെ ഒരു കാൽക്കുലേഷനിൽ അവിടെ ക്ലാസിക്കൽ തിയേറ്റർ കൂടിയാട്ടാണല്ലോ, അത് പഠിക്കാന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോയെ. അവിടെ ചെന്നപ്പോഴേക്കും മനസ്സിലായി നാടകം നമ്മൾ അഭിനയിക്കണം, ഡയറക്റ്റ് ചെയ്യണം, അതിന് മേക്കപ്പ് ചെയ്യണം, കോസ്റ്റ്യൂം ചെയ്യണം. വിഷയമായി നിർത്തി പോരാൻ തീരുമാനിച്ചു ഞാൻ. യൂണിവേഴ്സിറ്റിയിൽ. അപ്പൊ എന്റെ മാഷുണ്ടായിരുന്ന രമേശ് വർമ്മ, മാഷ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു നാടകമുണ്ട്, അത് ചെയ്തിട്ട് നമുക്കൊരു ഫൈനൽ തീരുമാനം എടുക്കാമെന്ന് ഞാൻ മനസ്സോട്ട് തീരുമാനിച്ച് അവിടുത്തെ ഹോസ്റ്റലിലൊക്കെ നിന്ന് ആ നാടകം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഭഗവത് ദജ്ജുക നാടകം. അങ്ങനെയാണ് ഞാൻ അവിടെ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് MPhil പെർഫോമിംഗ് ആർട്സ് MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന്. ഇപ്പൊ അവിടെയാണ് നിൽക്കുന്നത്. ഇപ്പൊ MG യൂണിവേഴ്സിറ്റിയിലെ അത് കഴിഞ്ഞു. MPhil കംപ്ലീറ്റ് ചെയ്തു. 20 വർഷത്തോളം നീണ്ടു നിന്നൊരു പ്രോഗ്രാമാണ് സിനിമാല. എനിക്ക് തോന്നുന്നു അതിനുശേഷം ഒരു ആക്ഷേപഹാസ്യം മറിമായാന്ന് തോന്നുന്നു. അതെ. മറിമായത്തിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? മറിമായത്തിലേക്കുള്ള എൻട്രി ഞാൻ MPhil MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ചെയ്യുമ്പോൾ അവിടെ സിദ്ധാർത്ഥ് ശിവല്ലേ നമ്മുടെ ഡയറക്ടർ, സിദ്ധു അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. സിദ്ധു ആണ് എൻ്റെ അടുത്ത് പറഞ്ഞേ, മനോരമ ഒരു എന്റർടൈൻമെന്റ് ചാനൽ തുടങ്ങുന്നുണ്ട് മഴവില്, അതിലൊരു പരിപാടി ഉണ്ട്, വരുമോന്ന്. അപ്പം എനിക്ക് അത് പറ്റൂല, ക്യാമറ, അഭിനയം പറ്റില്ല എനിക്ക്. അയ്യോ എനിക്ക് പേടിയാടേ, ഞാനില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അവനത് വിട്ടു. വീണ്ടും അവൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ വേറെ ആരെയും കിട്ടിയിട്ടില്ല, എൻ്റെ വീട് കുമ്പളമാണ്, അരൂരാണ് മനോരമ, അപ്പൊ അവിടെ അടുത്തല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാ നോക്കാം എന്ന് പറഞ്ഞു. തലേ ദിവസം അതിന്റെ ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, അത് മനോരമ ഓഫീസുണ്ട് പനമ്പള്ളി നഗർ, അവിടെ വെച്ചാണ് ഷൂട്ട്. അപ്പൊ നമ്മളുടേത് വീട്ടിലെ സീക്വൻസ് ആണ്, അതുകൊണ്ട് അവിടെ അടുത്തൊരു ഫ്ലാറ്റിലാണ്, അപ്പൊ രാവിലെ വരണം. അപ്പോഴേക്കും എൻ്റെ അമ്മ, പിന്നെ ഫ്ലാറ്റിൽ പോയി ഷൂട്ട് ചെയ്യാനോ? ആന്നും പറ്റില്ല, നമുക്ക് ഷൂട്ടിംഗ് ഒന്നും അറിയില്ലല്ലോ അന്ന്. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, വേണമെങ്കിൽ അവർ ഇവിടെ വരട്ടെ ഷൂട്ട് ചെയ്യാൻ. അമ്മ അവര് എന്തെന്നായാലും ഇവിടെ വന്ന് ചെയ്തോട്ടെ, നമ്മുടെ വീട്ടിലെ എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കും, ഇവിടെ വന്നോട്ടെ, ഫ്ലാറ്റിൽ പോകാൻ പറ്റില്ല. തലേ ദിവസമായിട്ടത്. ഞാൻ വീണ്ടും അവന്റെ അടുത്ത്, അതെ അമ്മ സമ്മതിക്കണോട്ടെ, നീ എന്ത് വർത്താനം പറയണ, തലേ ദിവസം വിളിച്ചിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാ നീ ഒരു എപ്പിസോഡ് ചെയ്ത് നോക്ക് എന്നിട്ട്. പാവുണ്ട് മനോരമേന്റെ വേനും മറ്റേ ഇങ്ങനത്തെ ഭൂമി ആൾക്കാരും ഒക്കെ കൂടി വീട്ടിൽ വന്ന് മറിമായത്തിന്റെ ആദ്യത്തെ എപ്പിസോഡ് ഐശ്വര്യമായിട്ട് എന്റെ വീട്ടിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ആണല്ലേ? അമ്മയുടെ ഒറ്റ നിർബന്ധം. അതെ, സംഭവം ഐശ്വര്യം നല്ല ഐശ്വര്യമായിട്ട് കേറി പോണ്ട്. 14 വർഷമായില്ലേ? അതെ. അങ്ങനെ ആ ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞാൽ അഭിനയം നിർത്താൻ തീരുമാനിച്ച ആളാണ് ഞാൻ. കാര്യം ഇവനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ഇതിലാണ് നമ്മൾ അത് ചെയ്തത്. അന്നാണെങ്കിൽ എനിക്ക് ആദ്യത്തെ എപ്പിസോഡ് കോഴിക്കോട് ഭാഷയായിരുന്നു എനിക്ക് പറയേണ്ടത്. പക്ഷെ ഞാൻ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നത് കൊണ്ടും, സുരഭിക്കാണ് അന്ന് എന്റെ ഫ്രണ്ട്സ് ഹോസ്റ്റലില്, സിനിമയ്ക്കൊക്കെ മുന്നേ. അപ്പൊ അങ്ങനെ എനിക്ക് പല നാട്ടുകാരായിട്ടുള്ള ബന്ധം കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഞാൻ ആദ്യം ഈ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും വിചാരിച്ചു ഞാൻ കോഴിക്കോടുകാരിയാന്നാ. ഞാനും വിനോദ് കോരും കൂടിയിട്ടാണ് ആ എപ്പിസോഡ് ഉണ്ടായിരുന്നത്. ആ എപ്പിസോഡ് ഏതാണ്ട് 1 മാസത്തോളം എയർ ചെയ്യേണ്ടി വന്നു മഴവിൽ മനോരമയ്ക്ക്. കാര്യം ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ റിപ്പീറ്റ് കാണുമ്പോ നമ്മള് വിളിക്കാണ്, നല്ല പരിപാടി നല്ല പരിപാടി. അപ്പൊ ആഹാ ഇത് കൊള്ളാലോ, എന്നാ ഇനി ഒരു കൈ നോക്കാം. അങ്ങനെയാണ് വീണ്ടും അടുത്ത എപ്പിസോഡിലൊക്കെ അഭിനയിക്കാൻ പോയി.
ഇങ്ങനെ ആയിപ്പോയി. ശങ്കര യൂണിവേഴ്സിറ്റിയിൽ നാടകം അഭിനയിച്ച് നോക്കിയിട്ട് മുന്നോട്ട് പോകണോ വേണ്ടത് തീരുമാനിച്ചു. അതെ. മറിമായി അഭിനയിച്ച് നോക്കിയിട്ട് മുന്നോട്ട് പോകണോ തീരുമാനിച്ചു. അതെ. രണ്ടിലും സക്സസ് ആയി. അതെ. ഞാൻ എന്റെ ജീവിതത്തിൽ പ്ലാൻ ചെയ്തത് ഒന്നും നടക്കാത്ത ആളാ. എന്തൊക്കെയാ പ്ലാൻ ചെയ്തത്? വലുതാവുമ്പോ ഒരു നേഴ്സ് ആവണോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണോ, എന്റെ ചേച്ചിക്ക് പട്ടുസാരി മേടിച്ചു കൊടുക്കണം, അങ്ങനത്തെയൊക്കെ ആഗ്രഹമായിരുന്നു എനിക്ക്. നല്ലതല്ലേ? പുറത്തിറങ്ങുമ്പോ ഭയങ്കര സന്തോഷമല്ലേ ആളുകൾ? പുറത്തിറങ്ങുമ്പോൾ മാത്രല്ല, ഇപ്പൊ ഞാനിപ്പോ MA-യും MPhil ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്റെ അമ്മയ്ക്ക് ഞാൻ നെറ്റ് എഴുതണം, ഒരു ജോലി വേണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്, PSC ട്രൈ ചെയ്യണം എന്നൊക്കെ. പക്ഷെ അപ്പോഴും ഞാൻ അമ്മയുടെ പറയാം, അമ്മ ആ ജോലിയൊക്കെ കിട്ടിയാലും എനിക്കിഷ്ടമുള്ള ജോലി ഞാൻ ചെയ്യണ്ടേ. നമ്മൾക്ക് പൈസ മാത്രമല്ല വേണ്ടത്. ഇപ്പൊ മറിമായത്തിൽ ഇന്ന് നിൽക്കുന്ന എല്ലാ താരങ്ങളും അവിടെ ഞങ്ങൾക്ക് തരുന്ന സാലറി ഞങ്ങളായിട്ട് ഒരിക്കലും കൂട്ടി വാങ്ങിയിട്ടില്ല ഈ 14 വർഷത്തില്. അവരെന്തെങ്കിലും കൂട്ടി തന്നാ വാങ്ങും എന്നല്ലാതെ, അതെന്താന്ന് പറഞ്ഞാൽ ആ പരിപാടിയോടുള്ള ഞങ്ങളുടെ ഇഷ്ടവും ആ പരിപാടിയാണ് ഞങ്ങളെ എല്ലാവരിലേക്കും എത്തിച്ചത്. അപ്പോ നമ്മൾ കണക്ക് പറഞ്ഞ് പിണങ്ങി പോവാൻ വേണമെങ്കിൽ ഇന്ന് നമുക്ക് വേറെ അവസരങ്ങൾ ഇപ്പുറത്തും ഉണ്ട്. പക്ഷെ അതല്ല, നമ്മൾ ചെയ്യണ ജോലി പൈസ മാത്രമല്ല, ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ പറ്റണം. അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് ഭാഗ്യത്തിന് എന്റെ കൂടെ നിൽക്കണ എനിക്ക് കിട്ടിയ ആൾക്കാർ. എല്ലാവരും ഒന്നിനൊന്നും മെച്ചമാണ്, നല്ല ടീമാണ്. ബെഡായി ബംഗ്ലാവ് ഇങ്ങനെയായിരുന്നു. ഞങ്ങൾ 5-6 പേര് ഒറ്റ ടീമായിരുന്നു. 5 വർഷം അത് ഭംഗിയായി പോയി. ഇപ്പോ അമ്മയുടെ ആറ്റിറ്റ്യൂഡ് എന്താ? ഇപ്പൊ എന്ന് വെച്ചാൽ ചെറുതിലെ തൊട്ട് അമ്മ തന്നെയാണ് ഈ പറയുന്ന എല്ലാ പ്രോഗ്രാമുകളും ഒക്കെ പഠിപ്പിച്ചിട്ടൊക്കെ ഉള്ളത്. പക്ഷെ എന്നാലും അമ്മ ടീച്ചറായിരുന്നു, മാത്സ് ടീച്ചറായിരുന്നു, ഹെഡ് മിസ്സസ് ആയിട്ട് റിട്ടയർഡ് ആയത് ആളാണ്. അപ്പൊ ഒരു ഇച്ചിരി ഇതുണ്ടാവുമല്ലോ. ഇപ്പോഴും ഇടയ്ക്കൊക്കെ എന്നോട് പറയുന്നുണ്ട് PhD ചെയ്യണ്ടേ, ഞാൻ PhD രജിസ്റ്റർ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യേണ്ടി വന്ന ആളാണ്. അപ്പൊ PhD ചെയ്യണ്ടേ എന്നൊക്കെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ഫേസ്ബുക്കിൽ പരസ്യം വന്നു തുടങ്ങിയോ? എന്ത്? സ്നേഹയുടെയും കുഞ്ഞിന്റെയും ശ്രീകുമാറിന്റെയും ഫോട്ടോ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ എഴുതും, വലിയ കഴിവൊന്നുമില്ല എങ്കിലും ഈ ഫാമിലിക്ക് ഒരു ഹായ് കൊടുക്കില്ലേ. അങ്ങനെ വന്നു തുടങ്ങിയോ? ഞാൻ കണ്ടിട്ടില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അയ്യോ, ഇപ്പൊ ഫേസ്ബുക്ക് തുറന്ന വലിയ വലിയ കലാകാരന്മാരുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് ഒരു കഴിവില്ലെന്നറിയാം, ഈ വലിയ കഴിവൊന്നും ഇല്ലെന്ന് അറിയാം, എങ്കിലും ഒരു ലൈക്ക് കൊടുക്കില്ലേ. ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഞാൻ ക്യാമറ നോക്കിയിട്ട് ഇത് പറയണത്. സംഭവം എന്ന് വെച്ചാൽ അത്തരം പേജുകൾക്ക് കമന്റുകൾ ഇടുമ്പോ, ലൈക്ക് ഇടുന്നതനുസരിച്ച്, കമന്റ് ചെയ്യുന്നതനുസരിച്ച് അവർക്ക് പൈസ കിട്ടും. അതിനുവേണ്ടി ചെയ്യുന്ന പണി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ഫാൻസ് ഒക്കെ ഉള്ള കലാകാരന്മാരുടെ ഫോട്ടോയും അവരുടെ ഫാമിലിയുടെ ഫോട്ടോയും വെച്ചിട്ട് പറയും, അങ്ങനെയല്ല വലിയ കലാകാരനൊന്നും അല്ലെന്ന് അറിയാം എങ്കിലും ഒരു ലൈക്ക് തരില്ലേ, അല്ലെങ്കിൽ ഒരു ഹായ് തരില്ലേ. അപ്പൊ അങ്ങനെ പരസ്യം വരെ അടുത്ത് തന്നെ ഉടനെ. എത്ര സിനിമയിൽ അഭിനയിച്ചു? 20 കൂടുതലായിട്ടുണ്ട്. റിലീസ് ആവാൻ പോകുന്നുണ്ടോ സിനിമകൾ ഏതെങ്കിലും പുതിയത്? അല്ല, ഇപ്പൊ നമ്മുടെ മണികണ്ഠൻ പട്ടാമ്പി ഡയറക്ട് ചെയ്യുന്ന സിനിമ തുടങ്ങുകയാണ് ഈ ഡിസംബർ 18-ന്. അതാണ് ഇനി ഷൂട്ട് ചെയ്യാൻ ടീമിന്റെ സിനിമ വരുന്നു. അതെ, മണികണ്ഠൻ പട്ടാമ്പിയും സലിമിക്കയും കൂടിയിട്ട് സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാക്കി അവര് ഡയറക്ട് ചെയ്യുന്ന, നമ്മുടെ എല്ലാവരും ഉള്ള, അതായത് നമ്മുടെ കുടുംബത്തിന്റെ ഒരു സിനിമ. ഇതിനു മുമ്പേ ഞങ്ങളൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിയാസ്ക ഡയറക്ട് ചെയ്തിട്ട്, നിയാസ്കയുടെ ഒരു ഫ്രണ്ടും കൂടെ ഡയറക്ട് ചെയ്തിട്ട് വല്ലാത്ത പഹയൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പഞ്ചായത്ത് ജെട്ടി, അതെ, ബോട്ട് ജെട്ടി, അതാണ് അതിന്റെ പേര്. അതില് ഭയങ്കര രസമുള്ള, അതായത് കുഞ്ഞു കുഞ്ഞു രസങ്ങളുള്ള ഒരു സിനിമ. തീർച്ചയായിട്ടും വൻ വിജയമാകട്ടെ. അതെ. കുഞ്ഞുവാവ് എന്തെടുക്കുന്നു? കുഞ്ഞുവാവ് നല്ല മിടുക്കനായിട്ടിരിക്കുന്നു. കേദാർ എന്നാണ് പേര്. കേദാർ 37ാമത്തെ ദിവസം തൊട്ട് അഭിനയിക്കാനൊക്കെ തുടങ്ങി. ഞങ്ങൾ അങ്ങനെയാ, ഒട്ടും അമാന്തല്ല. പിന്നോട്ടില്ല. ഇല്ല, 37ാമത്തെ ദിവസം മറിമായി അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന കേരളത്തിലുള്ള സീരിയലിൽ എന്റെ മകനായിട്ട് തന്നെ അഭിനയിച്ചു. സിനിമാ മേഖലയിലെ അടുത്ത കൂട്ടുകാരി എന്ന് പറഞ്ഞാല് ഒന്ന് സുരഭിയാണ്. സുരഭി ഈ പറയുന്ന പോലെ സിനിമയ്ക്ക് മുമ്പേ ഉള്ള എൻ്റെ ഒരു സുഹൃത്താണ്. ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ ഒരേ ഹോസ്റ്റലിൽ നിന്ന് തിയേറ്റർ പഠിച്ച കാലടി യൂണിവേഴ്സിറ്റി, അങ്ങനെ വളരെ അടുപ്പുള്ള ആളാണ്. പിന്നെ ഉള്ളത് ലിച്ചിയാണ്. അതെ, അങ്കമാലി ടെറസിൽ ലിച്ചി. അന്ന രേഷ്മ രാജു എന്നാണ് പേര്. ലിച്ചിയാണ് പിന്നെയുള്ള അടുത്ത സുഹൃത്ത്. ഈ സുരഭി ഉണ്ടല്ലോ, അന്ന് എനിക്ക് തോന്നുന്നു സ്നേഹ കാലടി ശങ്കര യൂണിവേഴ്സിറ്റിയിൽ ഇല്ല, തുടങ്ങി പഠനം തുടങ്ങിയില്ല. ഞാനും ടിനീറ്റും ഉണ്ണിയും കൂടെ ശങ്കര യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രോഗ്രാം അവരുടെ കോളേജിന്റെ ഓഡിറ്റോറിയം നടത്തുകയാണ്. ഒരു പെൺകുട്ടി മാത്രം എണീറ്റിട്ട് നമ്മൾ ഞെട്ടിപ്പോയി. സാധാരണ ആൺകുട്ടികളല്ലെങ്കിൽ എവിടെയെങ്കിലും, ഇതൊരു പെൺകുട്ടി കൂവി പൊളിക്കിയ ഒരു ഐറ്റം. ഇതാരാ ഈ പെൺകൊച്ച്? നമ്മൾ സ്റ്റേജിൽ ഇങ്ങനെ നോട്ടോട് നമ്മൾ മനസ്സിലാവുന്നില്ല. ഷോ കഴിഞ്ഞ് കുട്ടിയെ കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് കുറെ നാളുകൾക്ക് ശേഷം ഈ സുരഭിനെ പരിചയപ്പെട്ടപ്പോൾ സുരഭി പറയാ, ചേട്ടാ
നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നിങ്ങൾ ഒരു 3 പേരും കൂടെ ഞങ്ങളുടെ കോളേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുന്നത് ശങ്കര യൂണിവേഴ്സിറ്റി, അന്നൊരു പെങ്കുച്ച് കൂവിയിലെ പുറകില്ല, അത് ഞാനാണ്. അങ്ങനെ ഒരു ചരിത്രം അതൊക്കെ ചെറുത്. ഞാനും സുരഭിയുടെ ഹോസ്റ്റലില് ഞങ്ങളെ ഏറ്റവും ഞങ്ങൾക്ക് ഇപ്പോഴും ഓർക്കുമ്പോ പേടിയാണോ ചിരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. രഹസ്യമാണോ? പറഞ്ഞോ. ഏപ്രിൽ ഫൂൾ ആക്കണം. അപ്പൊ ഹോസ്റ്റലിന് ഞങ്ങൾക്ക് നടുമുറ്റൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഹോസ്റ്റൽ മേറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആണ്. ട്രിവാൻഡ്രംകാരി ആണ്, നല്ല ചീത്തയും പറയും. അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. PhD വരെ ചെയ്യുന്ന ചേച്ചിമാരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ തീരുമാനിക്കുകയാണ് എന്ത് ചെയ്യാം. അപ്പൊ ഞങ്ങൾ രാത്രിയിൽ നമുക്ക് വെള്ള സാരി ഉടുത്ത് നടുമുറ്റത്ത് പോയി നിൽക്കാം, ചിരിക്കാം, എല്ലാവരും വരട്ടെ. അപ്പൊ അത് പോരാ, അത്രയ്ക്ക് അങ്ങോട്ട് ഏക്കില്ല. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു TV എടുത്തോണ്ട് മേട്ടറിന്റെ റൂമിന്റെ വാതിക്ക് വെച്ച് ഫുൾ ഓളിയത്തിൽ വെച്ചിട്ട് ഓടിക്കളയാം. പക്ഷെ എന്നാലും അതിങ്ങനെ ഫുൾ ഓളിയത്തിൽ വെച്ച് ഓടുന്നൊരു സമയം വേണ്ടേ, അത് പിടിക്കപ്പെടും. അങ്ങനെ അതും വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. ഒന്നിടവിട്ടുള്ള റൂമുകൾ പുറത്തുനിന്ന് പൂട്ടുക. അതായത് ഒരെണ്ണം തുറക്കുക, ഒരെണ്ണം അടയ്ക്കുക, ഒരെണ്ണം തുറക്കുക, ഒരെണ്ണം അടയ്ക്കുക, അങ്ങനെ. അപ്പൊ ഞങ്ങളുടെ മനസ്സിൽ എന്താ വെച്ചാല്, ഇനി അഥവാ ഉറക്കത്തിന്റെ ഇടയിൽ ഏതെങ്കിലും കുട്ടികൾക്ക് ടോയ്ലറ്റിൽ പോകണോ മൂത്രമൊഴിക്കാനൊക്കെ മുട്ടിയുണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കരുത് നമുക്ക്. അപ്പൊ അവരിങ്ങനെ ഇടിക്കും. അപ്പൊ അപ്പുറത്തെ ആൾക്കാർ വന്ന് തുറന്നു കൊടുക്കാം. ഇനി അതൊന്നും അല്ലെങ്കിൽ രാവിലെ ഇപ്പുറത്തെ റൂമുകാർ എണീച്ചിട്ട് ഇങ്ങനെ ഇടിക്കുക, അപ്പൊ തുറന്നു കൊടുക്കുക. അതായത് മൊത്തത്തിൽ ഒന്ന് അലമ്പാക്കുക. അത്രയും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങളുടെ ബുദ്ധി അപ്പൊ പ്രവർത്തിച്ചു. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായാലും എന്തായാലും സുരഭിയുടെയും എന്റെയും മുറി പരിശോധിക്കും, നമ്മുടെ രണ്ടുപേരെയും മുറി പൂട്ടിക്കിടക്കണം. അങ്ങനെ ഞങ്ങൾ ഒന്നിടവിട്ടിട്ട് പൂട്ടുന്നു, താഴെ വരുന്നു. സുരഭിനെ ഞാൻ സുരഭിയുടെ റൂമിലിട്ട് പൂട്ടി. എന്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട് എന്റെ അപ്പുറത്തെ റൂമില്, മഞ്ജു വി നായർ എന്നാണ്, ഇന്നറിയപ്പെടുന്ന നല്ലൊരു നർത്തകിയാണ്, പഠിപ്പിസ്റ്റ് ആണ്. മനസ്സിലായില്ലേ? എല്ലാ മാഷന്മാരുടെ ഗുഡ് ഗേൾ, അങ്ങനത്തെ ഒരു കുട്ടിയാണ്. അവളെ ഞങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്ത് ഞങ്ങളുടെ പരിധിക്ക് കൊണ്ടുവന്നു. സത്യമൊക്കെ ചെയ്യിച്ചു, ആരോടും പറയരുത്. അങ്ങനെ അവൾ എന്നെ C4 ആണ് എന്റെ റൂം, C4 പൂട്ടിയിട്ട് അവള് റൂം പോയിട്ട് കുറ്റിയിട്ടു. മഞ്ജുവിനെ ആർക്കും ഡൗട്ടില്ല. പിറ്റേ ദിവസം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ഉറങ്ങിപ്പോയി. ഇടിയൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അവിടെ വൻ പ്രശ്നമായി. ഇടി കഴിഞ്ഞ് ഇപ്പൊ ഞാനും സുരഭിയും കൂടെ കുത്തമ്പലത്തിൽ പോയി നാടക റിഹേഴ്സൽ ഉണ്ട്. ഇപ്പൊ ഈ നാടകം പഠിക്കുന്ന കുട്ടികൾക്ക് 6 മണിക്ക് കയറൊന്നും വേണ്ട, 10 മണി വരെയൊക്കെ ചിലപ്പോൾ റിഹേഴ്സൽ പോകും. 10 മണിയായപ്പോ മഞ്ജു അവിടെ നിന്ന് മൊബൈലില്, ചേച്ചി ഇവിടെ ആകെ പ്രശ്നം, GB കൂടുന്നു, GB ജനറൽ ബോഡി കൂടുന്നു, പോലീസൊക്കെ വരാൻ പോകുന്നു, മേട്ടൻ പറയുന്നു ആരാണ് ചെയ്തതെന്ന് സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ ഇവിടെ പ്രശ്നമാവും, പോലീസ് വരും, അറസ്റ്റ് ചെയ്യുന്ന പറയുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ, ഞങ്ങൾക്ക് ധൈര്യമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും പോലീസ് വന്ന് കൊണ്ടുപോകണം നാണക്കേടല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഞങ്ങൾ രണ്ടുപേരും നമുക്ക് പോവണ്ട, നമുക്ക് ഇവിടെ റിഹേഴ്സൽ അല്ലേ. മഞ്ജു അവിടെ ഒറ്റയ്ക്ക്, മഞ്ജു പേടിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാം. അവസാനം ഞങ്ങൾ 10-11 മണിയായപ്പോ പോയി പമ്മി ചെന്നപ്പോ മേട്ടറിന് അവിടെ കറക്റ്റ് കാര്യം മനസ്സിലായി. അവിടെ നിൽക്കൂ, നിങ്ങളോട് മാത്രമേ ചോദിക്കാനുള്ളൂ, നിങ്ങളല്ലേ ഇന്നലെ പൂട്ടിയത്. അപ്പൊ ഞങ്ങൾ പഠിച്ചു വെച്ച ഉത്തരണ്ട്, ഞങ്ങളുടെ രണ്ടുപേരുടെ റൂം പൂട്ടിക്കിടക്കുകയായിരുന്നു, വേറെ ആരുമാണ് ചെയ്തത്. പക്ഷേ ഇതൊന്നും എല്ലാത്തിനും ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടാവല്ലോ. PhD പഠിക്കുന്ന ഏതോ ഒരു ചേച്ചി ആ വെളുപ്പിന് 3 മണിക്ക് 2 മണിക്കൊക്കെ എണീറ്റിരുന്ന് പഠിക്കലും എഴുതലും ഉണ്ടായിരുന്നു. ആ ചേച്ചി അത് അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ചെറിയ ഒച്ച മതി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ആ ചേച്ചി മേട്ടനോടൊന്നും പറഞ്ഞില്ല. പിന്നെ ഈ ഇടയ്ക്കാണ് നമ്മൾ ഇത് പുറത്തു വിട്ടത്. ഇന്നാണോ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഈ കഥ? അങ്ങനെ പറയാം. തെളിവ് നമ്മളിലൂടെ പുറത്തു വന്നു. ഇതിന്റെ ഈ ക്രൂക്കഡ് ബുദ്ധി ആർക്കാണ്? സ്നേഹയാണോ സുരഭിയാണോ, ആരാണ്? അതിപ്പോ ഞാൻ പറയുമ്പോ അവളാന്ന് പറയും, അവള് പറയുമ്പോ ഞാനാന്ന് പറയും. ഒത്തുകൊണ്ടുള്ള പരിപാടി. അതെ. അങ്ങനെ ഒരുപാട് കഥകൾ ഉള്ളതുകൊണ്ട് ആർക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. ചിക്കൻ കക്കണം രാത്രി, പിന്നെ കരിക്ക് പറയണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞാനാണ് വെജ് കഴിക്കുന്ന ആളാ, എന്നിട്ട് ചിക്കൻ കഴിക്കും. അപ്പൊ എനിക്ക് കുറ്റൂല, ചിക്കൻ കാക്കും, എനിക്ക് കുറ്റൂല, ഞാൻ വെജല്ലേ കഴിക്കുന്നത്. പക്ഷെ കഴിക്കുന്നവർക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു, സഹായം ചെയ്യും, പരസഹായം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങള്. കഥകളി ഞാൻ ഒരു 5 വയസ്സ് തൊട്ട് പഠിച്ചു, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ശൃംഗാരം. ഓക്കെ. ഹാസ്യം. കരുണ.
രൗദ്രം. 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 വീരം. 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 ബീഭത്സം. ബീഭത്സം. ഭയാനകം. 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 അത്ഭുതം. ശാപം. അടിപൊളി. എത്ര വർഷം പഠിച്ചു കഥകളി? കഥകളി ഞാൻ 5 വയസ്സ് തൊട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ തുടക്കകാലം എന്ന് പറയുന്നത് കഥകളിക്ക് ഇങ്ങനെ കാൽ ചരിച്ചിട്ടാണ് ചവിട്ടുക. അപ്പൊ നമ്മുടെ കാൽ ഉറച്ചിട്ടില്ല എന്നുള്ള പേരിൽ കൂടുതലും ഫേസ് എക്സസൈസ്, കൈൻഡ് എക്സസൈസ് അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പൊ ആ സമയത്താണ് ഈ കണ്ണ് സാധകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാഷ് കൂടുതൽ പഠിപ്പിച്ചിരുന്നു. ഞാൻ ഓട്ടംതുള്ളൽ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം. മെയിൻ ഓട്ടംതുള്ളലിന്റെ ഈണങ്ങളൊന്നും അല്ല, കോമൺ ആയിട്ടൊരു വരികള്. അത് ഗൾഫ് ഷോയ്ക്ക് പോയപ്പോ കുറച്ചുകൂടെ മലയാളീകരിച്ച് എഴുതി. സ്നേഹ കഥകളി പോലെ തന്നെ ഓട്ടംതുള്ളലും പഠിച്ചിട്ടുള്ളത്. ഓട്ടംതുള്ളലിന്റെ ഒരു 2 വരി നമുക്ക് നോക്കിയാലോ. കല്ലും മരങ്ങളും തല്ലി തകർത്തു ഉല്ലാസമോടങ്ങു ചെല്ലുന്ന നേരത്തു പന്തണി കൊങ്കമാർ പന്തി നിരകവേ പന്തടിക്കുന്നതും ചിന്തു പാടുന്നതും അന്തികെ കണ്ടോരു കുന്തി കുമാരകൻ സന്തുഷ്ടനായി നിന്നു തെല്ലു നേരം മുതാ. എന്റെ ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞ ഇതുവരെ പഠിച്ച ചരിത്രങ്ങളൊന്നുമല്ല. സാധാ ഓട്ടംതുള്ളല് അറിയാവുന്ന കലാകാരന്മാർ എന്നോട് ക്ഷമിക്കണം. ഞാൻ ചുമ്മാ സ്റ്റേജിലൊക്കെ പറയാൻ വേണ്ടി ചെയ്യുന്നതാണ്. യഥാർത്ഥ കലയല്ല ഞാൻ അവതരിപ്പിക്കുന്നത്. ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി അതു ഭാരത നാട്ടിന്നു പണ്ടേ മറഞ്ഞുപോയി. കുട്ടിയെ നോക്കാതെ പട്ടിയെ നോക്കുന്ന കൊച്ചമ്മമാരുടെ നാടാണു കേരളം. കുട്ടിക്കൊരു നേരം അമ്മിഞ്ഞ നൽകിയാൽ ഗ്ലാമർ കുറയുമോ എന്നത്രേ സംശയം. ഷട്ടിൽ കളിക്കുന്ന നെറ്റെടുത്തൊരു പെണ്ണ് സാരിയുടുത്തൂകമേയിൽ നടക്കുന്നു. നമ്മുടെ നാട്ടിലെ പെട്ടിക്കട വരെ നാടമുറിക്കാൻ സിനിമാ നടിയുടെ തിമിർതം കാണാൻ ഈ ആരാധകര് നടിയുടെ പുറകിൽ ഓടിക്കൂടും. കുഴപ്പമില്ല. ലാലേട്ടനും മുകേഷ് ഏട്ടനും ഒക്കെ അഭിനയിച്ച ഛായാമുഖി എന്ന നാടകത്തിൽ സ്നേഹയും പങ്കെടുത്തിരുന്നു. എന്താണ് ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു അനുഭവം? അത് ശരിക്കും ഈ പറഞ്ഞ പോലെ ഞാൻ തിയേറ്റർ പഠിക്കുന്ന സമയത്താണ് അതിലേക്കുള്ള ഒരു വിളി വരുന്നത്. അപ്പോഴും നമുക്ക് മറ്റേ വീട്ടിൽ വന്ന് ഷൂട്ട് ചെയ്യണമെന്ന് പറയണ ടീമാണല്ലോ നമ്മള്. അന്ന് അവിടെ അല്ല വേണ്ട വേണ്ട, നമ്മൾ ക്ലാസിക്കൽ കലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ എന്തിന് സിനിമാക്കാരുടെ ഇടയിൽ പോയിട്ട് നമ്മൾ അവിടെ യാത്ര ചെയ്ത് അതൊക്കെ വേണോ? അത് മാത്രമല്ല, മാനസികമായിട്ട് എനിക്കും ഒരു ഉൾവലിവുണ്ട്. എനിക്ക് പൊതുവേ അങ്ങനെ ഉണ്ട്. അതായത് ആരെങ്കിലും ഒരാൾ ഉന്തി തരണം, നമുക്ക് ഒരു ധൈര്യം തരണം. നേരത്തേക്ക് അങ്ങനെയായിരുന്നു. അത് എനിക്ക് അങ്ങനെ തോന്നിയില്ല. നമ്മൾ കുറെ നാൾ പ്രോഗ്രാമുകൾ അത് എന്താന്നറിയാം, എനിക്ക് കുറച്ച് കാലഘട്ടങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആ സമയത്ത് അങ്ങനെയായിരുന്നു. അതായത് എനിക്കൊരു ധൈര്യക്കുറവുണ്ട്. അതായത് ഇപ്പൊ മുകേഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നാടക പാരമ്പര്യമുള്ള ഒരാൾ. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ എന്റെ ഓർമ്മ വെച്ച കാലം മുതലേ എന്റെ വീട്ടിൽ 2 ടീമാ. ചേച്ചി മമ്മൂട്ടി ടീം, ഞാൻ മോഹൻലാൽ ടീം. അടിയാ, മനസ്സിലായില്ലേ? അങ്ങനെ അത്ര ആരാധിക്കുന്ന ഒരു ആക്ടർ. അപ്പം പിന്നെ നമ്മൾ ഈ നാടകവും തിയേറ്ററൊക്കെ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ ആരാധന എന്നുള്ളത് മാറിയിട്ട് ഒരു ആക്ടർ എന്നുള്ള രീതിയിലൊക്കെ പുള്ളീനെ മനസ്സിലാക്കാൻ. ഇപ്പൊ മമ്മൂട്ടിയുടെ ആക്ടിങ് സ്റ്റൈൽ എന്താണ്, അങ്ങനെ പീറ്റർ ബുക്കിന്റെ മഹാഭാരതമൊക്കെ ഞങ്ങളെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ആക്ടിങ് എന്നുള്ള ലെവലിൽ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പോഴും നമുക്ക് പേടിയായി. കാര്യം ഈ പുള്ളിയുടെ ഒരു ഗ്രേസിന്റെ ഒക്കെ ഇതിൽ നമുക്ക് സിനിമ പോലെയല്ല, നാടകത്തിൽ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആക്ടറുടെ ഗ്രേസ് അതെല്ലാം നമ്മളെ ബാധിക്കും. അപ്പൊ എനിക്ക് അത്ര ധൈര്യം ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് അതിലെനിക്ക് ധൈര്യം കിട്ടിയത് അതിന്റെ ഡയറക്ടർ പ്രശാന്ത് നാരായണൻ ഒരു കഥകളിയുമായി ബന്ധപ്പെട്ട ആളാണ്. 11 വയസ്സിൽ ആട്ടക്കഥ എഴുതി കളിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്ക് എവിടെയെങ്കിലും ഒരു ലിങ്ക് കിട്ടി. അതായത് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരാളെ കിട്ടി. അങ്ങനെയാണ് ഞാൻ അവിടെ പോകുന്നത്. ആദ്യത്തെ 1 മാസമൊക്കെ ഡമ്മിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതായത് ലാലേട്ടൻ വന്നിട്ടില്ല. പിന്നെ അദ്ദേഹം വരുന്നു.
അദ്ദേഹം വരുമ്പോ എപ്പോഴും എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നതാണ് കണ്ടപ്പോ അങ്ങനെ ഞെട്ടിയോ എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ അന്ന് ഞാൻ ഞെട്ടിയിട്ടില്ല. ഇല്ല, ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഇരുന്നു. ഇല്ല, അന്ന് നമ്മള് മറ്റേ റിഹേഴ്സൽ ചെയ്യാൻ റെഡിയാ. എന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഹിഡിംബിയാണ്, അദ്ദേഹം ഭീമനാണ്. ഭീമനും ഹിഡിംബിയും തമ്മിലുള്ള പ്രണയകാലമാണ് ഈ ഛായാമുഖി നാടകത്തിന്റെ തുടക്കം. ഈ ഹിഡിംബിയാണ് ഈ ഛായാമുഖി എന്ന് പറയുന്ന കണ്ണാടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഹാഫിൽ അതില് അങ്ങനെയാണ് നായികമാര്, ഫസ്റ്റ് ഹാഫില്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു നായിക, അങ്ങനത്തെ രീതിയിലാണ്. അപ്പൊ നമ്മൾ ഈ പ്രണയകാലം എന്ന് പറഞ്ഞാൽ ഇടിച്ചിട്ട് ഓടുക, ഡാൻസ് കളിക്കുക, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് എന്റെ പൊന്നിയായിട്ട് ആരെങ്കിലും കേട്ട അടിക്കും എന്നെ. ഫസ്റ്റ് സ്റ്റേജിൽ ഉലുവില് തൃശ്ശൂര് നമ്മളിത് ചെയ്യുമ്പോ ഇങ്ങനെ ഫേസിൽ പിടിക്കുന്ന ഒരു ഇതുണ്ട് ഭീമസേനന്റെ. അതായത് തലേ ദിവസവും പിറ്റേ ദിവസവും 2 കളികൾ ഉണ്ടായിരുന്നു. തലേ ദിവസം നമ്മൾ മീഡിയക്ക് വേണ്ടി കളിക്കുകയാണ്. അതായത് ഈ മെയിൻ കളിയുടെ അന്ന് ഈ ഫോട്ടോഗ്രാഫേഴ്സും മീഡിയയൊക്കെ വന്ന ആൾക്കാർക്ക് ശല്യം ഉണ്ടാവരുത് എന്ന് വെച്ചിട്ട് തലേ ദിവസം ആ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് ഒരു കളി, പിറ്റേന്ന് അതെ. തലേ ദിവസം കളിക്കുമ്പോ ഇങ്ങനെ പിടിക്കുമ്പോഴാണ് ഇതല്ലേ മോഹൻലാല് ചിത്ര സിനിമയിലെ ലാലേട്ടൻ. ആ മ്യൂസിക് ഒക്കെ എന്റെ മനസ്സിൽ കൂടി പോയേടാ. അതായത് എന്റെ എൻട്രി കഴിഞ്ഞ അവസാനം ഞാൻ ഔട്ട് ആവുന്നതിന് മുമ്പ് ഇങ്ങനെ ഫേസിൽ പിടിച്ചിട്ട് ഭയങ്കര സങ്കടത്തിൽ പോണരുതാ. അപ്പോഴേക്കും ഞാൻ ചെയ്യും ഇതല്ലേ മോഹൻലാല്. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അത് ഞാൻ എങ്ങനെയാണ് അതിജീവിച്ചത്. പക്ഷെ എന്റെ പോർഷൻ കഴിഞ്ഞിരുന്നു, ഞാൻ ഇറങ്ങി പോന്നാ മതിയായിരുന്നു. ആ ഒരു സ്റ്റേജിൽ മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു അയ്യോ ഞാൻ മോഹൻലാലിന്റെ കൂടെയാണ് അഭിനയിക്കുന്നതെന്ന്, അങ്ങനെയല്ല, ആ ഒരു എന്റെ ഉള്ളിലെ ഫാൻ പുറത്തു വന്നത്. പിറ്റേ ദിവസം ഒന്നും കുഴപ്പമില്ല, പിന്നെയുള്ള സ്റ്റേജുകളൊന്നും പ്രശ്നമില്ലായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഭാഗ്യമായിരുന്നു ആ ഒരു സ്റ്റേജ്. എന്ന് പറഞ്ഞാല് ലാലേട്ടനുണ്ട്, പിന്നെ മുകേഷ് ഏട്ടനുണ്ട്, പിന്നെ മുകുന്ദേട്ടൻ സ്കൂൾ ഓഫ് ഡ്രാമയെന്ന് പഠിച്ചിറങ്ങിയ ആക്ടറാണ് അദ്ദേഹം. അപ്പൊ ഒരു തിയേറ്റർ വിദ്യാർത്ഥിനി എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയ വലിയൊരു ഓഫർ ആയിരുന്നു അത്. പിന്നെ ഈ പ്രശാന്ത് നാരായൺ എന്ന് പറഞ്ഞ ഡയറക്ടർ ഗംഭീര ഡയറക്ടറായിരുന്നു. അന്നത്തെ മേക്കപ്പ് എന്ന് പറയുന്നത് പട്ടണം റഷീദ്ക്ക. അങ്ങനെ എല്ലാം നമുക്ക് വലിയ വലിയ സംഗതികളായിരുന്നു, നല്ല നല്ല സ്റ്റേജുകളായിരുന്നു. ഈ ഇത് കണ്ടിട്ട് അഭിപ്രായം നമ്മളോട് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നമ്മുടെ ലക്ഷ്മി ഗോപാലസ്വാമി അതിലുള്ള ഒരു കുഞ്ഞ് ഡാൻസ് സീക്വൻസിനെ പറ്റി എന്നോട് അഭിപ്രായം പറഞ്ഞു. അതൊക്കെ എനിക്ക് കിട്ടാവുന്നതിൽ ഇനി എന്ത് അവാർഡ് കിട്ടിയാലും എനിക്ക് അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ. അതുപോലെ ലളിതാമ്മ എന്നെ പറ്റി ഒരു നല്ല അഭിപ്രായം പറഞ്ഞത്. മുകേഷ് ഏട്ടന്റെ അമ്മ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും എനിക്ക് പറഞ്ഞു തരുമായിരുന്നു, നീ അതിൽ നിന്ന് ഇങ്ങനെയായി ഇങ്ങനെയായി. അതൊക്കെ എനിക്ക് കിട്ടാവുന്നതിന്റെ ഏറ്റവും പീക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ആ സ്റ്റേജുകളെല്ലാം അങ്ങനെ നന്നായിട്ട് പോകുമ്പോഴും ഈ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് പല കാലഘട്ടങ്ങൾ ഉണ്ടെന്നുള്ളത്, ബിഫോർ ആഫ്റ്റർ എന്ന് പറയും പോലെ. അതുപോലെ ഛായാമുഖിക്ക് മുമ്പും ഛായാമുഖിക്ക് ശേഷവും എനിക്ക് ഭയങ്കര വ്യത്യാസം തന്നെയായിരുന്നു. അതെന്ന് പറയുന്നത് ഇത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിച്ച വ്യത്യാസമല്ല. ഛായാമുഖി നാടകം വളരെ സ്മൂത്തായിട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ MA തീരുന്നതോടുകൂടി PhD കൽക്കട്ടയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൽക്കട്ടയിൽ പോകുന്നു, രജിസ്റ്റർ ചെയ്യുന്നു. തിരിച്ച് ഞങ്ങൾ ട്രെയിനിലിരിക്കുമ്പോൾ ഇടവേള ബാബു ചേട്ടനായിരുന്നു കോർഡിനേറ്റർ. അദ്ദേഹം വിളിച്ചിട്ട് പറയണത് ഇനി ബാംഗ്ലൂർ ഒരു ഷോ ഉണ്ട് എന്ന് പറയും. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. അപ്പം ഞാൻ PhDക്ക് അവിടെ എല്ലാം റെഡി ആയിട്ടാണ് തിരിച്ചു വന്നത്. ബാംഗ്ലൂർക്ക് ഞങ്ങൾ പോയി. തിരിച്ചു വരുന്ന വഴി ആ ബസ് ആക്സിഡന്റ് ആവുകയാണ്. ഒരാൾ സ്പോട്ടിൽ മരിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആക്സിഡന്റ് ആയിരുന്നു അത്. വലിയ ആക്സിഡന്റ്, ബസ് ഇങ്ങനെ മറിഞ്ഞു, ഫുള്ള് മറിഞ്ഞു. അപ്പൊ ഞാനത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ മറിയുന്നതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ എന്തോ ഒരു സാധനം കുത്തിക്കയറി കുറെ ബ്ലഡ് ഇങ്ങനെ പോയി. പിന്നെ എൻ്റെ പുറത്ത് എന്തൊക്കെയോ വീണ് നട്ടലിന് പ്രശ്നം ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് എന്താ പറയാ, അന്ന് ജാനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഡോക്ടേഴ്സ് ഇല്ല. പിന്നെ നമ്മളെ ധർമ്മപുരി എന്ന സ്ഥലത്താണ് ആക്സിഡന്റ്, അവിടെ നിന്ന് സേലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് ഡോക്ടേഴ്സ് പറയുന്ന ഓരോന്നും നമ്മൾ ICUയിൽ കിടക്കുകയാണെങ്കിൽ കേൾക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ഒരു 5 പേര് ക്രിട്ടിക്കലായിരുന്നു, മുകുന്ദേട്ടൻ ഉൾപ്പെടെ. വാരിയലിന് പ്രശ്നമൊക്കെ വന്നിട്ട് അവിടുന്ന് പിന്നെ എങ്ങനെയെങ്കിലും നമുക്ക് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നാണ് മെഡിക്കൽ ട്രസ്റ്റിലോട്ട് കൊണ്ടുവന്നു. അവിടെ വന്നതിന് ശേഷം എന്നെ ICUയിൽ കയറ്റിയതിന് ശേഷമാണ് എൻ്റെ അമ്മ എൻ്റെ ചേച്ചിയോട് പറയുന്നത് അമ്മയ്ക്ക് ഇവിടെ ഒരു പെയിൻ ഉണ്ടെന്ന്. അമ്മ എല്ലായിടത്തും വരും. അപ്പം അത്രയും നേരം അമ്മ എൻ്റെ സേഫ്റ്റി നോക്കി. വാരിയല് 2 കഷ്ണമായിട്ട് ഒടിഞ്ഞിട്ട് അത് ലങ്സിൽ പോയി, അതിന്റെ പീസ് ലങ്സിൽ പോയി തട്ടി ലങ്സ് സ്ക്രാച്ച് ആയി. അതിന് വേറെ ചികിത്സയൊന്നുമില്ല. അന്ന് അവരിങ്ങനെ സക്ക് ചെയ്തെടുത്തു, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പോഴും നടക്കുമ്പോൾ ആ ഒരു കഥപ്പൊക്കെ ഉണ്ട്.
അത്രയും സിവിയർ ആയിരുന്നു. പിന്നെ നട്ടെല്ലിനാണ് എൻ്റെ ഇതിന്, അതായത് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കുറച്ചുള്ളിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് സർജറിയാണ്. സർജറി ചെയ്താൽ നമുക്ക് പിന്നീട് ഓട്ടംതുള്ളൽ, കഥകളി എന്നൊക്കെ ഉള്ളതൊന്നും എനിക്ക് ചിന്തിക്കാനേ അറിയില്ല. പക്ഷെ അതാണ് ഞാൻ പറയുന്നത്, അത് ഛായാമുഖി എന്ന് പറയുന്ന നാടകമായതുകൊണ്ടും അതിൽ മോഹൻലാൽ ഉണ്ടായിരുന്നത് കൊണ്ടും അത് വലിയ മനുഷ്യൻ. അദ്ദേഹം എന്നെ ഒരു വട്ടമാണ് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്നെ വിളിച്ചിരുന്നു, ഇടയ്ക്ക് വിളിച്ച് അന്വേഷിച്ചിരുന്നു. പക്ഷെ ലാസ്റ്റ് കോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്കന്ന് സംസാരിക്കാൻ പറ്റില്ല. പുള്ളി പറഞ്ഞു, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് പറയണ കേട്ടാൽ മതി, മനസ്സൊരിക്കലും താഴ്ന്നു പോകരുത്, നമ്മൾ ഇനി കാണേണ്ടത് കഥകളിയും ഓട്ടംതുള്ളലും കളിക്കുന്ന സ്റ്റേജുകളായിരിക്കണം. കാര്യം റിഹേഴ്സൽ സമയത്തൊക്കെ കഥകളിയെ പറ്റി ഒരുപാട് അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ട്. കഥകളി 5 വയസ്സ് മുതൽ നമ്മൾ തുടങ്ങിയതാണ്, അത് നമ്മൾ വിടില്ല എന്നൊരു മനസ്സിലൊരു തീരുമാനം ഉണ്ടായാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നെ ആയുർവേദത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. SN മെഡിക്കൽസ് എന്ന് പറഞ്ഞിട്ട് തൃപ്പൂണിത്തുറ അവിടുത്തെ യോഗിദാസ് ഡോക്ടറാണ് ഷായി ചേട്ടൻ എന്നെ നടത്തിയത് പ്രോപ്പറായിട്ട്. എനിക്ക് നന്നായിട്ട് നടക്കാൻ വയ്യായിരുന്നു. പക്ഷെ വിത്തിൻ ഒരു 1.5 മാസത്തിനുള്ളിൽ എനിക്ക് നന്നായിട്ട് നടക്കാനുള്ള ഇതിലേക്ക് എത്തി. അപ്പൊ അന്നൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഇങ്ങനെ കളിയാക്കിയായിരുന്നു. ലാലേട്ടന്റെ ഇതില് അഭിനയിക്കാൻ പോയിട്ട് ലാലേട്ടനെ പോലെ തന്നെ ആയിപ്പോയി. എന്ന് വെച്ചാൽ ഒരു സൈഡ് ആയിപ്പോയി, ഒരു സൈഡിലേക്ക് ചെറിയൊരു ചരിവുണ്ടായിരുന്നു. ഭിത്തിയിൽ ഇങ്ങനെ പിടിച്ചു പോകുമ്പോ ഒരു ചരിവ്. പിന്നെ കളിക്കാൻ പറ്റില്ല അത്. പക്ഷെ എന്നാലും ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടി. ഒരു പക്ഷെ സർജറിയിലേക്കൊക്കെ പോയിരുന്നെങ്കിൽ അതൊന്നും നടക്കില്ല. പക്ഷെ ആ ഒരു വർഷം PhD ഇപ്പൊ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ആ ഒരു വർഷം കളയാൻ ഞാൻ റെഡി അല്ലായിരുന്നു. അതിനാണ് ഞാൻ MPhil അവിടെ ജോയിൻ ചെയ്തത്. എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോവണ്ട, ഡോക്ടർ പറഞ്ഞ എന്തെങ്കിലും പെയിനൊക്കെ വന്നാലോ കോട്ടയത്ത് ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാം എന്നുള്ളതിൽ അവിടെ MPhil ചേർന്ന് പഠിച്ചത് കൊണ്ടാണ് മറിമായം എന്റെ ജീവിതത്തിലേക്ക് വന്നത്. സിദ്ധു അവിടെ ഉള്ളത് കൊണ്ട്. അങ്ങനെ ഇതെല്ലാം ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. അപ്പൊ ഞാൻ പറയണ ആ എല്ലാത്തിനും മുമ്പും പിമ്പും എന്ന് പറയും പോലെ ഓരോരോ കാലഘട്ടങ്ങളുണ്ട്. ഛായാമുഖിയിൽ സന്തോഷമുണ്ടായി, അതുപോലെ ഒരു വിഷമസന്ധിയിലും നമ്മൾ വന്നു. പക്ഷെ ആ വിഷമം എനിക്ക് തോന്നുന്നു എന്റെ ക്യാരക്ടറിൽ ഭയങ്കര മാറ്റം ഉണ്ടാക്കി. ഭയങ്കരമായിട്ട് ഞാൻ ഇത്രയും സംസാരിക്കില്ലായിരുന്നു, ഇത്രയും ചിരിക്കില്ലായിരുന്നു. സത്യം ചിരി എന്നൊക്കെ വെച്ച് ഇപ്പൊ കുറച്ച് കൂടുതലാ. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇപ്പൊ ഞാൻ ചെയ്യണ ചില ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് പറയും, എന്തിനെങ്ങനെ ചിരിക്കണത്, വെറുതെ ഉണ്ടാക്കി ചിരിക്കല്. പക്ഷെ എന്നെ സംബന്ധിച്ച് അതല്ല. എന്നെ സംബന്ധിച്ച് ചിരിക്കാൻ കിട്ടിയ എല്ലാ അവസരവും ഞാൻ ചിരിക്കും. സ്നേഹം നന്നായിട്ട് ലൗഡായിട്ട് ചിരിക്കും. അത് ഞാൻ പറയണ അത് മനുഷ്യന്റെ അനുഭവങ്ങളാണേ. നമ്മൾ അതിന് മുമ്പേ വരെ ഞാൻ ഭയങ്കര റിസർവ്ഡ് ആയിരുന്നു. എന്റെ കുമ്പളത്ത് പോയി അന്വേഷിച്ചാൽ അറിയാം. ടീച്ചറിന്റെ മൂത്ത മോള് നല്ലതാ, രണ്ടാമത്തെ മോള് ഇത്തിരി ചാടക്കാരി, ആരോടും മിണ്ടത്തില്ല, പിന്നെ ഭയങ്കര ഇച്ചിരി ഇൻട്രോവേർട്ടാന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു കുമ്പളം പഞ്ചായത്തില്. ഇപ്പൊ ചിലപ്പോ മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടായ മാറ്റങ്ങളാണ് അതൊക്കെ എല്ലാം. നമുക്ക് ഒരു അനുഭവം വരുമ്പോ മാറും. ഛായാമുഖി, ഓട്ടംതുള്ളല്, കഥകളി, സ്റ്റേജ് ഷോയ്ക്ക് പോകുന്നുണ്ട്. അതെ, മറിമായം ചെയ്തു തുടങ്ങിയതിന് ശേഷം നിയാസുക്കേന്റെ ഇതിൽ തന്നെയാണ് ഞാൻ ഷോയ്ക്ക് പോയി തുടങ്ങിയത്. പിന്നെ അതിന് മുമ്പ് ഞാൻ നമ്മുടെ പ്രസാദന്റെ ഗിന്നസില് അന്ന് സൗമ്യ ചേച്ചിക്ക് പകരം സൗമ്യ ചേച്ചിക്ക് എന്തോ വരാൻ പറ്റാത്തത് കൊണ്ട് ഒരു 2-3 ഷോ ഞാൻ പോയിട്ടുണ്ട്. മറിമായം ഏകദേശം 720 എപ്പിസോഡ്, 14 വർഷം, ഒരുപാട് അനുഭവങ്ങൾ കാണും. 2 കവള് അനുഭവം എനിക്ക് വേണ്ടി അല്ല, 2 കവള അനുഭവം എന്നല്ല. ഇപ്പൊ മറിമായി കാണുന്നവര് വിചാരിക്കണം എന്താ അറിയോ, ഇത് ഭയങ്കര കോമഡി പരിപാടിയാണ്. പക്ഷെ നമ്മളെപ്പോഴും പറയും അതൊരു കോമഡി പരിപാടി ആയിട്ടല്ല ഞങ്ങൾ ചെയ്യണത്. നമ്മൾ ചെയ്യണ സമയത്ത് അതിൽ കുറെ നിയമങ്ങൾ ഉണ്ടാവും കേട്ടോ. പിന്നെ രാവിലെ 8 മണിക്ക് ഇരുന്ന് സ്ക്രിപ്റ്റ് വായിക്കും. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഭയങ്കര ചർച്ചകൾ ഉണ്ടാവും, വഴക്കുണ്ടാവും, ഇടിയാവും, ചിലപ്പോൾ ഉച്ചയ്ക്കാവും ഷൂട്ട് തുടങ്ങാൻ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പ്രോഗ്രാമിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അത്രേ ഉള്ളൂ. പിന്നെ നിയമങ്ങൾ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ച് സംസാരിച്ച് അത് പഠിച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ആൾക്കാർ പറയും ഇപ്പൊ ഓരോ ക്യാരക്ടേഴ്സ് ഇപ്പൊ ഈ 720 ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും ഏറ്റവും കുറഞ്ഞത് ഒരു 500 ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. ഒരുപോലെയല്ല, പേരൊന്നാണെന്നേ ഉള്ളൂ. അപ്പൊ അത് ഈ ഓരോ ദിവസവും കണ്ടെത്തുക എന്ന് പറയുന്നത് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ചില രൂപങ്ങളാണ്. പിന്നെ അവിടുത്തെ കോസ്റ്റ്യൂം റൂമിൽ പോയിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഉടുപ്പൊക്കെ ഇട്ട് നോക്കും. അതിന് ഏറ്റവും ഈ സമയത്ത് ഞാൻ ആലോചിക്കുകയാണ് ഖാലിദിക്ക, ഞങ്ങളുടെ സുമേഷ് ചേട്ടൻ. അദ്ദേഹത്തിന്റെ ഒരു കുറവ് ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഷൂട്ടിംഗ് സമയങ്ങളിൽ ഫീൽ ചെയ്യാറുണ്ട്. പുള്ളി എങ്ങനെയാണെന്നറിയോ, രാവിലെ 8 മണിക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരെക്കാട്ടും ആദ്യം വരും കേട്ടോ. വന്നു കഴിഞ്ഞാൽ പുള്ളി അവിടെ ഒരു ലുങ്കിയും ഷർട്ടും ഇട്ടിട്ടുണ്ട്. അത് പണി ഡ്രസ്സാ.
പണി ഡ്രസ്സ് പുള്ളിയുടെ അതായത് മഞ്ഞ ഉടുപ്പ് അവിടെ ഊരിട്ടിട്ട് അതിട്ടിട്ടേ സ്ക്രിപ്റ്റ് വെക്കുള്ളൂ. സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞാൽ പുള്ളി തന്നെ കോസ്റ്റ്യൂം റൂമിൽ പോകണം. ആരോടും ചോദ്യം പറച്ചിലൊന്നുമില്ല. ഓരോ ഇതിനും പറ്റിയത് ഒരു ട്രൗസറോ ഒരു ബനിയനൊക്കെ ഇട്ട് മുടിയൊക്കെ സ്പൈക്ക് അടിച്ചിട്ടുണ്ട്. എടോ എങ്ങനെയുണ്ടോ അതായത് പുള്ളി അത് തീരുമാനമാക്കി. പിന്നെ സംസാരമൊക്കെ അങ്ങനെയാ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ് ഈ മറിമായം വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഇതില് രസകരമായ സംഭവം എന്താന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു കാര്യമായിട്ടൊന്നും നമുക്ക് പറയാൻ അറിഞ്ഞൂടാ. ഇപ്പൊ ഒരു ദിവസം ഇതിലൊരു കുടിയൻ ഉണ്ട്. അപ്പൊ ചർച്ച ചെയ്യുമ്പോ പറഞ്ഞു കുടിയനെ മാറ്റി അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ സീൻ വർക്കൗട്ട് ചെയ്ത് ഞാൻ നോക്കുമ്പോഴേ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു കുടിയനെ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുകയാണ്. മണിയേട്ടനായിരുന്നു അത്. ഭയങ്കര അലമ്പ്, ക്രൂവിന്റെ ഇടയിൽ കിടന്നിട്ടും മതിലിന്റെ മുകളിൽ കയറിയിട്ടും അങ്ങനെയൊക്കെ. നിങ്ങളോട് പറഞ്ഞില്ലേ സ്ക്രിപ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുമല്ലോ, ടോട്ടൽ സ്ക്രിപ്റ്റ് ഇതാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് ഇതാണ്, ഇന്ന കാര്യമാണ് നമുക്ക് കൺവേ ചെയ്യേണ്ടത്, ഇന്ന സീനില് ഇന്നത്. അതായത് ഇപ്പൊ ഒരു എപ്പിസോഡിന് 21 മിനിറ്റ് വേണമെങ്കിൽ 5 സീൻ വേണം, 6 സീൻ വേണം, ഇത്ര സമയം വേണം. ഇത് നമുക്ക് പറഞ്ഞു തരാം. ബാക്കി അവരവർക്ക് ഇഷ്ടമുള്ളത് ഇപ്പൊ പറയേണ്ട ഡയലോഗ് നോട്ടുണ്ടല്ല അല്ല അല്ല, നമ്മൾ സിറ്റുവേഷൻ പറഞ്ഞു, നമ്മളത് പെർഫോം ചെയ്തു. ഡയലോഗ്സ് ഒക്കെ എഴുതിയതുണ്ടാവും, പക്ഷെ എങ്കിൽ പോലും അങ്ങനെ കൃത്യമായി പഠിച്ച് പറയുന്ന ആൾക്കാരല്ല നമ്മുടെ കൂടെ ഉള്ള ആരും. അതാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ അതെനിക്ക് തോന്നുന്നത് ഇപ്പൊ വേറൊരാൾ വന്ന് നിന്നാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മളെല്ലാവരും സിങ്ക് ആയതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് വരുന്നത്. അങ്ങനെയൊക്കെയാണ് മറിമായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിൽ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ മറിമായം എന്ന് പറയുന്ന പരിപാടി കുട്ടികൾ കാണും, വലിയ ആൾക്കാർ കാണും, സിനിമാക്കാർ കാണും, എഴുത്തുകാർ കാണും, എല്ലാവരും കാണുന്നുണ്ട്. എല്ലാ മേഖലയും നമ്മൾ ആണ്. അപ്പോ ഞങ്ങക്ക് ഏറ്റവും ഞങ്ങക്ക് നന്ദി പറയാനുള്ളത് മമ്മൂക്കയുടെ അടുത്താണ്. മമ്മൂക്ക ഏറ്റവും കുറഞ്ഞത് ഒരു 4 എപ്പിസോഡൊക്കെ ഒരു ദിവസം കാണുന്നുണ്ട്. പഴയ എപ്പിസോഡുകളോ പുതിയ എപ്പിസോഡുകളോ ഒക്കെ ആയിട്ട് കൃത്യമായിട്ടുള്ള അഭിപ്രായം ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾക്ക് വാട്സപ്പിൽ മെസ്സേജും ഇടും. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. അപ്പൊ ഞങ്ങൾ ഈ ഇടയ്ക്ക് ഇപ്പൊ ശ്രീകുമാർ കണ്ണൂർ സ്ക്വാഡൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വാവയെ കാണിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ മമ്മൂക്കയുടെ അടുത്ത് പോയപ്പോ എൻ്റെ അടുത്തും പറഞ്ഞു നല്ല ആക്ട്രസ് ആണ്. അത് ഞാൻ പറഞ്ഞ നേരത്തെ പോലത്തെ അവാർഡിനെക്കാട്ടിലും വലുതാണ് എനിക്ക്. മമ്മൂക്കയെ പോലുള്ള ഒരാള് നല്ല ആക്ട്രസ് ആണ്, ഇന്ന എപ്പിസോഡ് നന്നായി, എന്നിട്ട് തമാശക്ക് അറിയാ എടാ നിന്നെക്കാട്ടിലും നന്നായിട്ട് അഭിനയിക്കപ്പെട എന്നൊക്കെ അങ്ങനെ തമാശ രൂപേണയാണെങ്കിലും എല്ലാ എപ്പിസോഡിന്റെയും അഭിപ്രായം കൃത്യമായിട്ട് പറയും. അതുപോലെ കുട്ടേട്ടൻ അങ്ങനെയുള്ള നമ്മളെ ഭയങ്കര അത്ഭുതത്തോടു കൂടി കാണുന്ന ആക്ടേഴ്സ് എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. ചിലര് നമ്മളോട് ഇതിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. അങ്ങനെ അത് മറിമായ എപ്പോഴും നമുക്കൊരു ലക്കി ചാമാണ്. മറിമായത്തെ സംബന്ധിച്ച് മറിമായ ഓവർ ആക്ടിങ് അല്ലല്ലോ, അല്ല റിയൽ ആയിട്ട് സംസാരിക്കുക. ഇപ്പൊ ഉണ്ണിരാജ ആണെങ്കിലും സലീമൊക്കെ ആണെങ്കിലും ഞാൻ ഒരുപാട് എപ്പിസോഡുകൾ കാണാറുണ്ട്. അതിന്റെ ഏറ്റവും വലിയ കാര്യം സ്റ്റേജ് എന്നുള്ളത് തന്നെയാണ് കേട്ടാ. ഇപ്പൊ മണിയേട്ടൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചിറങ്ങിയ നാടകം ആയിട്ട് ബന്ധപ്പെട്ട ആളാണ്. വിനോദേട്ടൻ നാടകവുമായി ബന്ധപ്പെട്ട് മിമിക്രിയും അതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. നിയാസിക്ക പണ്ട് മുതലേ ലൈഫ് സ്റ്റൈലിൽ സംസാരിക്കണേ നാടകക്കാരൻ, നാടകമായിരുന്നു. പിന്നെ ഉണ്ണിയേട്ടൻ എന്ന് പറയുന്നത് കുട്ടികളെ നാടകവും മൈമും സ്കിറ്റും പഠിപ്പിച്ച് ഒരു കണ്ടിന്യൂസ് ഒരു 20 വർഷക്കാലം സ്റ്റേറ്റിലെ എല്ലാ തവണയും ഫസ്റ്റ് പുള്ളിയുടെ പിള്ളേർക്കായിരുന്നു. അത്രയും അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നുള്ളത് സലിമിക്കയും ഈ പറഞ്ഞ സലിമിക്കനെ സംബന്ധിച്ച് എന്താ വെച്ചാല് ഭയങ്കര അനുഭവങ്ങളാണ്. അതായത് നമ്മള് വക്കീൽ ഓഫീസിലെ കാര്യം ചോദിച്ചാൽ പുള്ളിക്കറിയാം, വില്ലേജ് ഓഫീസിൽ ചോദിച്ചറിയാം, പോലീസ് സ്റ്റേഷൻ എന്താ വെച്ചാൽ പുള്ളി മറ്റേ പാർട്ടിയും ഇച്ചിരി പ്രവർത്തനവും വാർഡ് മെമ്പറും ഒക്കെ ആയിരുന്നു. അപ്പൊ എല്ലാ ഓഫീസിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാത്തിന്റെ അഭിപ്രായം പറയാൻ പറ്റും, അനുഭവങ്ങളുണ്ട്. അതെല്ലാം പുള്ളി ഇതില് ഇൻപുട്ട് അങ്ങനെ ഒരു ഇൻപുട്ട്. ഇപ്പൊ നമുക്ക് അത് അറിയാത്ത കാര്യങ്ങൾ വരെ പുള്ളി പറഞ്ഞു തരാറുണ്ട്. പിന്നെ അവിടെ നടക്കുന്ന ഇതാണ് ഓരോരുത്തരും പറഞ്ഞുതരും. ഇപ്പൊ ഞാൻ തിയേറ്റർ പഠിക്കുന്ന സമയത്ത് എന്താ പറയാ നമ്മളെ എഴുതി പഠിപ്പിച്ച കാര്യമുണ്ട്. ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അവരെവിടെയായിരിക്കും ജനിച്ചത്, അവരുടെ ഡ്രസ്സ് എന്തായിരിക്കും, അങ്ങനെയൊക്കെ ആലോചിക്കണം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് പ്രാക്ടിക്കലി എനിക്ക് ഉപയോഗം വന്നത് ഇവിടെയാണ്. അത് ഞാൻ ഓർത്തിട്ടുമില്ല. മണിയേട്ടൻ പറഞ്ഞിട്ടാണ് അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു 2ാമത്തെ എപ്പിസോഡിലൊക്കെയാണ് മണിയേട്ടൻ പറഞ്ഞു അതൊന്നും നമ്മൾ ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല, പക്ഷെ എന്നാലും നമുക്ക് ഒരു വിശ്വാസം വേണം. ഇയാൾ ഇന്ന സ്ഥലത്താണ് ജനിച്ചത്, ഇന്നതാണ് പഠിച്ചത്, ഇങ്ങനെയാണ് സംസാരിക്കുള്ളൂ.
അങ്ങനെ ഒരു ഹോംവർക്ക് അതിലുള്ള എല്ലാവരും ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. വളരെയധികം സന്തോഷം. മറിമായം ടീമിന്റെ പഞ്ചായത്ത് ജട്ടി എന്ന് വരാൻ പോകുന്ന സിനിമ, ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന സിനിമ സൂപ്പർ ഹിറ്റായി മാറട്ടെ. അതിലെല്ലാ കലാകാരന്മാരും സിനിമാ മേഖലയിൽ തിളങ്ങി നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സ്നേഹ. താങ്ക് യു സോ മച്ച്.